നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഇതുവരെ പുറത്തുവന്ന വാർത്തകൾ സമഗ്രമായും വിശദമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ലേറ്റ് എഡിഷനിലൂടെ. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. കേരളം ഇനി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപനം നടത്തിയത്. സർക്കാർ പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പ്രഖ്യാപനം തട്ടിപ്പല്ല, യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി. തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം. അതിദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ഇത് പുതിയൊരു കേരളത്തിന്റെ ഉദയമാണ്. ചടങ്ങിൽ ആവേശമായി മമ്മൂട്ടി. 8 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ തന്നെക്കാൾ ചെറുപ്പമാണ് കേരളത്തിനെന്ന് മമ്മൂട്ടി. കേരളം എന്നേക്കാൾ ഇളയതാണ്, എന്നേക്കാൾ ചെറുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ കേരളം എത്രത്തോളം ചെറുപ്പമാണ്. ഇന്ന് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലായിരുന്നു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം. അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കട്ടെ, കേരളം ഇന്ന് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു. പ്രഖ്യാപനം തട്ടിപ്പെന്നാരോപിച്ച പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ്. അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു. പ്രതിപക്ഷ വിമർശനത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: ഇതൊരു തട്ടിപ്പല്ല, യാഥാർത്ഥ്യമാണ് എന്നത് നാം എല്ലാം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. രാഷ്ട്രീയ വാക്പോരിനും സർക്കാരിന്റെ പകിട്ട് വിളിച്ചോതുന്ന വമ്പൻ പരിപാടിക്കും സാക്ഷ്യം വഹിച്ചാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ദിനം കടന്നുപോകുന്നത്. ന്യൂസ് ഡെസ്ക് 24. സർക്കാരിന്റെ അതിദാരിദ്ര്യ വിമുക്ത കേരളം പ്രഖ്യാപന ചടങ്ങിലേക്ക് ആളെ എത്തിക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ക്വാട്ട നിശ്ചയിച്ച ഉത്തരവ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാണ് എല്ലാ തദ്ദേശ സെക്രട്ടറിമാർക്കും കത്തയച്ചത്. ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 200 പേർ, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 100 പേർ, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 300 പേർ ഇങ്ങനെ എത്തിക്കണമെന്നായിരുന്നു നിർദ്ദേശം. ചടങ്ങിന്റെ പ്രചാരണ പരിപാടികൾക്ക് സർക്കാർ വകമാറ്റിയത് 1.5 കോടി രൂപയെന്നും കണക്ക് പുറത്തുവന്നു. ഷെൽട്ടർ നിർമ്മിക്കാൻ നീക്കിവെച്ച തുകയാണ് വകമാറ്റിയത്. പത്രപരസ്യങ്ങൾക്കും ഉദ്ഘാടന പരിപാടികൾക്കുമാണ് തുക ചിലവഴിച്ചത്. നെൽകർഷകരുടെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. സർക്കാർ ഇടപെടലിൽ 2 മില്ലുകൾ നെല്ലെടുക്കാൻ തയ്യാറായി. പാലക്കാട് ജില്ലയിൽ അടുത്തയാഴ്ച സംഭരണം തുടങ്ങുമെന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും നെല്ലെടുക്കാൻ സ്വകാര്യ മില്ലുകൾ തയ്യാറാകാത്ത സാഹചര്യം വന്നതോടുകൂടിയാണ് പ്രതിസന്ധി രൂക്ഷമായത്. ഇന്ന് നടന്ന അനുനയ ചർച്ചയിൽ 2 മില്ലുകൾ നെല്ല് സംഭരിക്കാമെന്നറിയിച്ചു. കുട്ടനാട് നെല്ല് സംഭരണം ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചു. തൃശൂരിലും നെല്ല് സംഭരണത്തിന് കരാറായി. പാലക്കാട് ജില്ലയിൽ അടുത്ത ആഴ്ച മുതൽ നെല്ല് സംഭരണം ആരംഭിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. കൊയ്ത നെല്ല് സംഭരിക്കാൻ സൗകര്യമൊരുക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദും പറഞ്ഞു. നെല്ല് സംഭരിക്കാൻ മില്ലുടമകൾ മടി കാണിക്കുന്നിടങ്ങളിൽ സർക്കാർ തന്നെ മുൻകൈയെടുത്ത് സപ്ലൈകോ സംവിധാനം ഒരുക്കി നെല്ല് സംഭരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സംഭരിക്കുന്ന നെല്ലിൽ അരിയായി മാറ്റുന്ന അളവ് 64% കുറയ്ക്കണമെന്നാണ് മില്ലുടമകൾ മുന്നോട്ട് വെച്ച ഒരാവശ്യം. ഇത് 66.5% എന്ന നിലയിലാണ് ധാരണയിലെത്തിയത്. കുടിശ്ശിക പൂർണ്ണമായി നൽകാതെ നെല്ലെടുക്കില്ല എന്ന നിലപാടിലാണ് മറ്റ് മില്ലുടമകൾ. 24 തിരുവനന്തപുരം. കുട്ടനാട് റൈസ് പാർക്കിന് തുരങ്കം വച്ചത് മില്ലുടമകളെന്ന് കർഷകർ. 5000 ടൺ നെല്ല് സംഭരിക്കാൻ ശേഷിയുള്ള റൈസ് പാർക്ക് 22 വർഷമായി പൂട്ടിക്കിടക്കുകയാണ്. കുട്ടനാട്ടിൽ സർക്കാർ മില്ല് വേണമെന്ന് നെൽകർഷകർ സംരക്ഷണ സമിതി അറിയിച്ചു. മുന്നിൽ നിന്ന് നയിക്കേണ്ടവർ പിന്നിൽ നിന്ന് കുത്തുന്നുവെന്ന് കൃഷിവകുപ്പ് വിമർശിച്ചു. 5000 ടൺ നെല്ല് സംഭരിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതായത് സ്റ്റോർ ചെയ്യാനായിട്ട് 5000 ടൺ. ഒരു മണിക്കൂറിൽ 5 ടൺ നെല്ല് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു വർഷം 24,000 ടൺ നെല്ല് സംഭരിച്ച് കുത്തി അരിയാക്കി പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. ആ പ്രദേശത്തിൻ്റെ തന്നെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അതും അട്ടിമറിക്കപ്പെട്ടു. ഞങ്ങൾ കർഷകരായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഡേറ്റ ഞങ്ങളുടെ കൈവശമില്ല. പക്ഷേ ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ സംശയം. അത് മില്ലുകാരുടെ വശത്തു നിന്നുള്ള ഒരു പ്രഷറാണോ എന്ന് പോലും നമ്മൾ സംശയിക്കുകയാണ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. അത് ഭരിക്കുന്ന ആളുകൾ തന്നെ സമൂഹത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നത് തീർത്തും പ്രതിഷേധാർഹമാണ്.
കേരള കാർഷിക സർവകലാശാലയിലെ വർദ്ധിപ്പിച്ച ഫീസ് കുറച്ചു. UG കോഴ്സുകൾക്ക് 50% ഫീസ് കുറവുണ്ട്. PG കോഴ്സ് ഫീസ് 20,000 രൂപ കുറച്ചു. PhD ഫീസിൽ 19,500 രൂപയുടെ കുറവ് വരുത്തിയിട്ടുണ്ട്. കൃഷിമന്ത്രി P. പ്രസാദ് വിളിച്ച ഉന്നതതല യോഗത്തിൽ ഫീസ് കുറയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശം സർവകലാശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓൺലൈൻ യോഗം ചേർന്ന് അംഗീകരിച്ചു. കോഴിക്കോട് പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി കോടതി. ഗ്രനേഡ് ഉപയോഗിച്ചതിലെ വീഴ്ച മറയ്ക്കാനാണ് പുതിയ കേസെടുത്തത് എന്നാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയുടെ വിമർശനം. UDF പ്രവർത്തകർക്ക് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിപകർപ്പിലാണ് വിമർശനം. അതേസമയം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി പോലീസുകാരെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഫിക്കറിനെ എതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തു. 11 UDF പ്രവർത്തകർക്ക് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള വിധിയിലാണ് പോലീസിനെതിരെ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി വിമർശനം ഉന്നയിച്ചത്. ഗ്രനേഡ് കൈകാര്യം ചെയ്തതിൽ പോലീസിനുണ്ടായ വീഴ്ച മറച്ചുവെക്കാനാണോ UDF പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന കേസെടുത്തതെന്ന് കോടതി ചോദിച്ചു. അതേസമയം പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് 2 പേർ കൂടി പിടിയിലായി. കോൺഗ്രസ് പ്രവർത്തകനായ താനിക്കണ്ടി സ്വദേശി സുബൈർ, ലീഗ് പ്രവർത്തകനായ ആവള സ്വദേശി മുഹമ്മദ് മോമി എന്നിവരാണ് പിടിയിലായത്. അന്യായമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നാരോപിച്ച് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽക്കീഫിലും പോലീസും തമ്മിൽ സ്റ്റേഷനിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. 2 പോലീസുകാർക്ക് പരുക്കേറ്റു. സംഭവത്തിൽ VP ദുൽക്കീഫിലിനെതിരെ കേസെടുത്തു. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി മർദ്ദിച്ചു തുടങ്ങിയ വകുപ്പ് പ്രകാരമാണ് കേസ്. 24 കോഴിക്കോട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ റിമാൻഡിൽ. ഗൂഢാലോചനയിൽ സുധീഷ് കുമാറിന് പങ്കുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ട്. സ്വർണം പൊതിഞ്ഞ പാളികൾ ചെമ്പാണെന്ന് രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സുധീഷ് കുമാറിന്റെ അടൂരിലെ വീട്ടിൽ SIT പരിശോധന നടത്തി. പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 സുധീഷ് കുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടത്. സുധീഷ് കുമാറിന്റെ വീഴ്ചകൾ എണ്ണിപ്പറയുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് SIT കോടതിയിൽ നൽകിയത്. പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നു. ഇത് ചെമ്പുപാളി എന്ന് രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി. പാളികൾ അഴിച്ചുമാറ്റുമ്പോൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യം ഉറപ്പാക്കിയില്ല. വെറും ചെമ്പുപാളികൾ എന്ന് എഴുതുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തുവിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ നൽകുകയും ചെയ്തു. റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു എന്നിവരുടെ മൊഴിയിൽ സുധീഷിനെതിരെ പരാമർശമുണ്ടായിരുന്നു. ഇതും കുരുക്കുമുറുകാൻ കാരണമായി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലും സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുധീഷിനായി SIT തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. 24 പത്തനംതിട്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാൻ പുതിയ തന്ത്രങ്ങളുമായി CPIM. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പട്ടിക ശേഖരിച്ച് ഇവരുടെ വോട്ടുറപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വികസനക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതികരണങ്ങൾ പകർത്തി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണം. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന നേട്ടങ്ങൾ പാർട്ടി ചാനലിൽ പരസ്യം നൽകാനും സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചു. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനലായി കണക്കാക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ബഹുമുഖ തന്ത്രങ്ങൾക്കാണ് CPIM രൂപം കൊടുത്തിരിക്കുന്നത്. 2021 ഭരണത്തുടർച്ച ലഭിച്ചതിന്റെ കാരണങ്ങളിലൊന്ന് അന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇത്തവണയും തുടർഭരണം ഉറപ്പാക്കാൻ ജാഗ്രതയോടെയുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇക്കാര്യത്തിൽ ഒരിടത്തും ഒരു വീഴ്ചയും ഉണ്ടാകരുതെന്നും കർശനമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ ലക്ഷ്യം വെച്ച് പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രവർത്തനം നടത്തുക എന്നതാണ് CPIMന്റെ ഒരു തന്ത്രം. ക്ഷേമ പെൻഷൻ, ലൈഫ് മിഷൻ വീടുകൾ, പട്ടയഭൂമി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയുടെ ഗുണഭോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് വോട്ടുറപ്പിക്കാൻ ശ്രമം നടത്തുന്നത്. സഹായം ലഭിച്ച കുടുംബങ്ങളെ വിവരം ശേഖരിച്ച ശേഷം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്ക്വാഡ് പ്രവർത്തനം നടത്തി വോട്ടുറപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതികരണം പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കണമെന്നും കീഴ്ഘടകങ്ങൾക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. LDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പാർട്ടി ചാനലായ കൈരളിയിൽ പരസ്യം നൽകണമെന്നും നിർദ്ദേശമുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള സ്ക്വാഡ് പ്രവർത്തനത്തിന് പാർട്ടിയുടെ ന്യൂനപക്ഷ കേഡർമാരെ നിയോഗിക്കണം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്കിടയിൽ ടെമ്പിൾ കോർഡിനേഷൻ, ക്ഷേത്ര കമ്മിറ്റി പ്രവർത്തകർ അടങ്ങുന്നവരെയാണ് സ്ക്വാഡ് പ്രവർത്തനത്തിൽ നിയോഗിക്കേണ്ടതെന്നും സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അധിക്ഷേപ പരാമർശവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവൻ, അതിനാലാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ആണും പെണ്ണും അല്ലാത്ത മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയതാണ് നമ്മുടെ അപമാനമെന്നും PMA സലാം പറഞ്ഞു. ഒരു പുരുഷനാണെങ്കിൽ അതിനെ എതിർക്കാൻ എങ്ങനെ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എതിർക്കുന്നു. എത്ര കോടി രൂപ കിട്ടിയാലും ഞങ്ങൾ അതിൽ ഒപ്പിടില്ല എന്ന് സ്റ്റാലിൻ പറഞ്ഞു. ഒരു വനിത, നിങ്ങളെപ്പോലെയുള്ള ഒരു വനിതയാണ് മുഖ്യമന്ത്രിയെങ്കിൽ
ഞങ്ങളത് പഠിപ്പിക്കാൻ തയ്യാറില്ല. 10,000 കോടി രൂപ തന്നാലും ഇത്തരം വർഗീയ വിഷം ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയായ പശ്ചിമ ബംഗാളിലെ മമതാജി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശം പിൻവലിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മാപ്പ് പറയണമെന്ന് CPIM. പരാമർശത്തിനെതിരെ ലോക്കൽ കേന്ദ്രങ്ങളിൽ CPIM പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. സർക്കാരിനെ വീണ്ടും അഭിനന്ദിച്ച NSS. മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി 2 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നതിനാണ് അഭിനന്ദനം. 2014 മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി 2 പൊതു അവധിയായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവന്നിരുന്നില്ല. നിരവധി തവണ സർക്കാരിനോട് ഈ ആവശ്യം NSS ഉന്നയിച്ചിരുന്നു. സർക്കാരും NSSും തമ്മിൽ കൂടുതൽ അടുത്തതിന് പിന്നാലെയാണ് സർക്കാരിന്റെ തീരുമാനം. ഇതോടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ജീവനക്കാർക്കും മന്നം ജയന്തി അവധിയായിരിക്കും. 266 ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുവന്ന ആശാസമരം അവസാനിപ്പിച്ചു. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചത് സമരവിജയമെന്ന് അവകാശപ്പെട്ടാണ് രാപ്പകൽ സമരം അവസാനിപ്പിച്ചത്. സമര ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നതുവരെ ജില്ലാതലങ്ങളിൽ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ബ്ലോക്കിൽ തുടങ്ങിയ സമരം ഐതിഹാസികമെന്ന് വിശേഷിപ്പിച്ചാണ് ആശാ വർക്കേഴ്സ് മടങ്ങുന്നത്. 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം സമരവിജയമെന്നും സമരക്കാർ ആവർത്തിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തൽ നീക്കം ചെയ്തു. രാപ്പകൽ സമരം മാത്രമാണ് അവസാനിപ്പിക്കുന്നതെന്നും ജില്ലാതലത്തിൽ സമരം വ്യാപിപ്പിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. സന്തോഷമായി. ഞങ്ങൾ ഇനി മുന്നോട്ട് നീങ്ങുള്ളൂ, പിറകോട്ടില്ല, പിന്നോട്ടില്ല. ഞങ്ങൾ സന്തോഷമായിട്ട് വീട്ടിൽ പോകുന്നു. ഇനിയും ഞങ്ങൾ സമരമായിട്ട് വരും. സമരപ്രതിജ്ഞാ റാലിയോടെയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം ഔദ്യോഗികമായി അവസാനിച്ചത്. പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KK രമ, രാഹുൽ മാങ്കൂട്ടത്തിൽ, CP ജോൺ തുടങ്ങിയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാസമരം അവസാനിപ്പിക്കുന്ന പരിപാടിയിൽ ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കുട്ടത്തിൽ MLAയുടെ സാന്നിധ്യത്തെ ചൊല്ലി വിവാദം. ഉദ്ഘാടന പരിപാടിക്ക് മുൻപ് രാഹുൽ മടങ്ങിയത് പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശത്തെ തുടർന്നാണെന്ന ചർച്ചയ്ക്ക് പിന്നാലെ രാഹുൽ വീണ്ടും മടങ്ങിയെത്തി. ക്ഷണിച്ചിട്ടാണ് താൻ വന്നത് എന്നും അമ്മമാർ തന്നെ ഇറക്കിവിട്ടു എന്നുള്ളത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും രാഹുൽ പ്രതികരിച്ചു. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടന ചടങ്ങിന് മുന്നേ ആശാ സമരപ്പന്തലിലെത്തി. പ്രതിപക്ഷ നേതാവ് സമരപ്പന്തലിലെത്തും മുൻപ് രാഹുൽ മടങ്ങിയതോടെ ചർച്ചകൾ പല വഴിക്കായി. ഉദ്ഘാടന പരിപാടിക്ക് മുൻപ് മടങ്ങാൻ രാഹുലിന് പ്രതിപക്ഷ നേതാവ് നിർദ്ദേശം നൽകിയെന്നും അങ്ങനെയാണ് മടങ്ങിയതെന്നും ചർച്ചകൾ സജീവമായി. പിന്നാലെ പ്രതിപക്ഷ നേതാവ് എത്തി ഉദ്ഘാടന പ്രസംഗവും കഴിഞ്ഞു മടങ്ങിയതോടെ രാഹുൽ വീണ്ടും തിരികെ എത്തി. മാധ്യമ വാർത്തകൾ കണ്ട് തിരികെ എത്തിയതാണെന്നും രാഹുൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും വന്നിട്ട് പോയിട്ട് പിന്നെന്താ വന്നേന്ന് അല്ലേ? എന്നെ ആശാസമരത്തിൽ നിന്ന് ഇറക്കിവിട്ട കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഞാനും അറിഞ്ഞില്ല. പക്ഷെ ഈ സമരത്തെ 1-ാം ദിവസം തൊട്ട് ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്ന 1-2 കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകർ പറഞ്ഞു എന്നെ ഈ സമരത്തിൽ നിന്ന് ഇറക്കിവിട്ടു. തന്റെ അമ്മമാരുടെ സമരമാണെന്നും അമ്മമാർ മക്കളെ ഇറക്കിവിടില്ലെന്നും മറുപടി. ഇതെന്റെ അമ്മമാരാണ്. ആ കുത്തിത്തിരിപ്പ് മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ്, ഇതെന്റെ അമ്മമാരുടെ സമരമാണ്. അമ്മമാര് എന്തുണ്ടായാലും മക്കളെ ഇറക്കി വിടുകയുമില്ല. അങ്ങനെ ഇറക്കി വിട്ടാലും ഒരു മക്കളും ഇറങ്ങി പോകാനും പോകുന്നില്ല എന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന മാധ്യമപ്രവർത്തകര് മനസ്സിലാക്കണം. രാഹുലിനെ തള്ളാതെയായിരുന്നു ആശാ സമരസമിതിയുടെയും പ്രതികരണം. ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ പന്തലിൽ വരുന്നതിന് ഞങ്ങൾ ഒരു തരത്തിലുള്ള വേർതിരിവും ഞങ്ങൾ കാണിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. ലൈംഗികാരോപണ വിവാദമുയർന്നതിനു ശേഷം VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു വേദി പങ്കിട്ടിട്ടില്ല. 24 തിരുവനന്തപുരം. താമരശ്ശേരി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനയിലിന് ഭീഷണിക്കത്ത്. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിലാണ് കത്ത്. അബ്ദുൾ ബഷീർ ഈരാറ്റുപേട്ട എന്ന പേരിലാണ് കത്ത് വന്നത്. ഭീഷണിപ്പെടുത്തൽ, സമൂഹത്തിൽ കലാപമുണ്ടാക്കൽ വകുപ്പ് പ്രകാരം താമരശ്ശേരി പോലീസ് കേസെടുത്തു. മിഥില ബാലനാണ് വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന്. മിഥില, ഈ കത്തിന്റെ ഉള്ളടക്കം എന്താണ്?
പെയ്ത ഭീഷണി സ്വരത്തിലുള്ള ഒരു കത്താണ് താമരശ്ശേരി രൂപതാ ബിഷപ്പിന്റെ പേരിൽ ഇന്ന് എത്തിയത്. തപാലിലായിരുന്നു ഈ കത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ആ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഹിജാബ് വിഷയം ഞങ്ങൾ പ്ലാൻ ചെയ്തതാണെന്നും 90% റവന്യൂ വരുമാനം നേടിത്തരുന്നത് മുസ്ലിം സമുദായമാണെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഈ കത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ജൂതർ, ക്രിസ്ത്യാനികൾ, RSSുകാർ എന്നിവർ നശിപ്പിക്കപ്പെടേണ്ടതാണെന്നും ഈ ഒരു കത്തിലുണ്ടായിരുന്നു. ഭീഷണി സ്വരമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കത്ത് താമരശ്ശേരി പോലീസിനെ കൈമാറിയിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് താമരശ്ശേരി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇസ്ലാമിക് ഡിഫൻസ് ഫോഴ്സ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പേരിലായിരുന്നു കത്തുള്ളത്. ഈ ഒരു സംഘടനയുടെ PRO അബ്ദുൾ റഷീദ് ഈരാറ്റുപേട്ട, ഇയാളുടെ പേരിലാണ് കത്ത് വന്നിട്ടുള്ളത്. അയാൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. തുടർ നടപടികൾ ഇനി എന്ത് തന്നെയായാലും നാളെയായിരിക്കും ഉണ്ടാവുക. നിലവിൽ ബിഷപ്പ് സ്ഥലത്തില്ല, ബിഷപ്പ് വിദേശത്താണുള്ളത്. ബിഷപ്പ് വേണ്ടി ഫിനാൻസ് മാനേജറായ ഫാദർ ബെന്നി മുണ്ടാടത്താണ് ഈ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. താമരശ്ശേരി ബിഷപ്പ് റമീജിയൂസ് ഇഞ്ചനാനയിലിന് ഭീഷണി കത്ത് ലഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം തിരുമല വാർഡ് കൌൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ BJP നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ സംസ്ഥാന വക്താവ് MS കുമാർ. കാശ് കൊടുത്ത് സഹായിച്ചില്ലെങ്കിലും വായ്പ തിരിച്ചടയ്ക്കാത്തവരെ കൊണ്ട് അടപ്പിക്കാൻ നേതൃത്വത്തിന് കഴിയുമായിരുന്നുവെന്ന് MS കുമാറിന്റെ വിമർശനം. വിഷയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും താനും സമാന സാഹചര്യത്തിലാണെന്നും MS കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ചർച്ചയാകാൻ പോകുന്നത് തിരുമല കൌൺസിലർ അനിലിന്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളുമാണെന്നാണ് BJP മുൻ സംസ്ഥാന വക്താവ് MS കുമാർ തുറന്നടിക്കുന്നത്. അനിൽകുമാറിന്റെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ സഹകരിക്കാതെ മാറി നിന്നു. പണം കൊടുത്ത് സഹായിച്ചില്ലെങ്കിലും വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരെ കൊണ്ട് അടപ്പിക്കാനെങ്കിലും കഴിയുമായിരുന്നു. അതൊന്നും ചെയ്യാതെ മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്തുവെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് MS കുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിച്ചു. താനും സമാന സാഹചര്യത്തിലാണെന്ന തിരുവിതാംകൂർ സഹകരണ സംഘം പ്രസിഡന്റ് കൂടിയായ MS കുമാർ പറഞ്ഞു. വായ്പയെടുത്തിട്ടുള്ള 70% പേരും BJPക്കാരാണ്. തിരിച്ചടയ്ക്കാത്തവരിൽ 90%വും BJPക്കാർ തന്നെ. അതിൽ സാധാരണ പ്രവർത്തകർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെയുണ്ട്. അടുത്ത കുറിപ്പിൽ താൻ അവരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നും MS കുമാർ പറയുന്നു. അത്തരക്കാരെ മുൻനിർത്തി തുടർഭരണം പിടിക്കാനൊരുങ്ങുന്ന നേതാക്കൾ ഇത് തിരിച്ചറിയണമെന്നും MS കുമാർ അഞ്ഞടിച്ചു. 24 തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് BC മോഹനൻ കുന്നുമ്മൽ ഇറങ്ങിപ്പോയി. രജിസ്ട്രാർ അനിൽകുമാറിനെ തിരിച്ചെടുക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിക്കാതെ BC. കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിനെ പ്രശംസിച്ച് ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ. ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നത് മനുഷ്യരാശിയുടെ പൊതുദൌത്യമാണ് എന്ന തലക്കെട്ടോടെ പിണറായി വിജയന്റെ പോസ്റ്റർ അടക്കം പങ്കുവച്ച് പ്രശംസ. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം കാസിബുഗ്ഗ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 12 പേർ മരിച്ചു. ഏകാദശി ഉത്സവത്തിനിടെയാണ് ദുരന്തം. കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ് അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഒഡീഷ സ്വദേശി ഉദയ് മാജിയാണ് മരിച്ചത്. പരുക്കേറ്റ പന്തിരാങ്കാവ് സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. എറണാകുളത്ത് നായ കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. മരിച്ചത് ഇടപ്പള്ളി സ്വദേശി കുഞ്ഞുമോൻ. അപകടമുണ്ടായത് ആലുവ ഏലൂക്കരയിൽ ഇന്ന് വൈകിട്ട് 3 മണിയോടെ. അർജന്റീനയുടെ കൊച്ചിയിലെ മത്സരത്തിനായി കലൂർ സ്റ്റേഡിയം വിട്ടുനൽകിയതിൽ സ്പോൺസറുമായി ബന്ധമില്ല എന്ന GCDA വാദം പൊളിയുന്നു. സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് 3 പേർ ഒപ്പിട്ട അപൂർണമായ കരാറിന്റെ ബലത്തിൽ. GCDA സെക്രട്ടറി, സ്പോൺസർ, SKF ചീഫ് എഞ്ചിനീയർ എന്നിവർ ഒപ്പിട്ട കരാറിന്റെ അനുബന്ധ രേഖ 24-ന് ലഭിച്ചു. അർജന്റീന ഓസ്ട്രേലിയ സൗഹൃദ മത്സരത്തിനായി സ്റ്റേഡിയം സെപ്റ്റംബർ 26 മുതൽ നവംബർ 30 വരെ സ്പോൺസർക്ക് കൈമാറാനാണ് കരാർ. സ്റ്റേഡിയത്തിന്റെ നിയന്ത്രണമുള്ള GCDAയും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സ്പോൺസറും കരാറിന്റെ ഭാഗമാണ്. അപൂർണമായ കരാറിന്റെ അനുബന്ധം എന്ന നിലയിൽ തയ്യാറാക്കിയ രേഖയിൽ പക്ഷേ സ്റ്റേഡിയം കൈമാറുന്നു എന്ന് മാത്രമാണുള്ളത്. സ്റ്റേഡിയത്തിൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കടലാസിലില്ല. ഈ കാലയളവിൽ സ്റ്റേഡിയത്തിനുണ്ടാകുന്ന നഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ആർക്കെന്ന വിവരങ്ങളും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. GCDA സെക്രട്ടറി, സ്പോൺസർ, SKF ചീഫ് എഞ്ചിനീയർ എന്നിവരാണ് കരാറിന്റെ അനുബന്ധ രേഖയിൽ ഒപ്പിട്ടിരിക്കുന്നത്. രേഖാപ്രകാരം സെപ്റ്റംബർ 26-ന് സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ രേഖകൾ നിലനിൽക്കെയാണ് സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയതിൽ ബന്ധമില്ല എന്ന് GCDA പറഞ്ഞത്. സ്റ്റേഡിയം വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ GCDA പുറത്തുവിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഇതിനെതിരെ ശബ്ദിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നതിനാണ് GCDAക്ക് തിടുക്കമുള്ളതായി കാണുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റേഡിയത്തിലെ മരങ്ങൾ അനുമതിയില്ലാതെ മുറിച്ചതോടെയാണ് സ്റ്റേഡിയം കൈമാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിവാദമായത്.
റാഫി കരീം, 24 കൊച്ചി. എല്ലാവർക്കും യാത്രാവസരം സൃഷ്ടിച്ച സോമൻസ് ലോകയാത്ര.com 1 വർഷം പൂർത്തിയാക്കി. സോമൻസ് ലീഷർ ടൂറിസത്തിന്റെ ബജറ്റ് ടൂർ വിഭാഗമാണ് സോമൻ ലോകയാത്ര.com. കമ്പനി MD MK സോമനാണ് പുതിയ ആശയത്തിന് ജീവൻ നൽകിയത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ 50-ലധികം ഗ്രൂപ്പ് ടൂറുകൾ വിജയകരമായി സംഘടിപ്പിച്ചു. 1800-ലധികം സഞ്ചാരികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു. തായ്ലൻഡ്, മലേഷ്യ, യൂറോപ്പ്, ദുബായ്, ഈജിപ്ത്, അമേരിക്ക, ശ്രീലങ്ക തുടങ്ങി നിരവധി രാജ്യങ്ങളിലേക്കാണ് പാക്കേജുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ET പേ, ഈസി ടൂർ പേ തുടങ്ങിയ നിരവധി പദ്ധതികളാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ രാജ്യങ്ങളിൽ പുതിയ ഡെസ്റ്റിനേഷനുകളിലായി ആകർഷകമായ കൂടുതൽ പാക്കേജുകൾ തുടങ്ങുവാൻ ഒരുങ്ങുകയാണ് സോമൻസ് ലോകയാത്ര. തങ്ങളുടെ അടുത്ത ട്രാവൽ ഉത്സവത്തിന്റെ തീയതിയും വേദിയും പ്രഖ്യാപിക്കുന്നതായിരുന്നു കൊച്ചിയിൽ വെച്ച് നടന്ന വാർഷിക യോഗം. നവംബർ 21 മുതൽ ആണ് സോമൻസ് ട്രാവൽ ഉത്സവം ആരംഭിക്കുന്നത്. ആദ്യം കൊച്ചിയിലും പിന്നീട് തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കോയമ്പത്തൂർ, കോട്ടയം തുടങ്ങിയ നഗരങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. ലോഞ്ച് ചെയ്ത് ഈ 1 വർഷത്തിനകത്ത് ഞങ്ങൾക്ക് ലോകയാത്രയുടെ ബാനറിൽ യാത്ര ചെയ്തവരുടെ എണ്ണം 1755 പേരാണ്. 50 ഗ്രൂപ്പുകളിലായിട്ട്, അത് പല പല സ്ഥലങ്ങളിലും. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് അമേരിക്ക. അമേരിക്കയിലേക്ക് ഞങ്ങൾ ഒരു ടൂർ മാത്രം, ഒരു ഗ്രൂപ്പ് മാത്രം പ്ലാൻ ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് അതൊരു 3-4 ഗ്രൂപ്പിലേക്ക് എത്തേണ്ടി വന്നു. കാരണം അത്രയ്ക്കധികം ഡിമാൻഡായിരുന്നു. ഈ വിജയം മാത്രം മതി ഞങ്ങൾക്ക് 2026 പോകാൻ. ആ 2026 പോകുമ്പോൾ ഈ 50 ഗ്രൂപ്പ് എന്ന് പറയുന്നത് മിനിമം 150 ഗ്രൂപ്പിലേക്കും ഒരുപാട് പുതിയ പുതിയ ഡെസ്റ്റിനേഷനിലേക്കും ആണ് നമ്മൾ ചെന്നെത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.